പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന ക്യാമറമാനോനെ എന്താണ് ഞാനേ നമ്മളെ സ്ക്രിപ്റ്റിൻ്റെ കുറച്ച് പണിയിട്ടിരുന്നേ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളൊരു എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, എനിക്കതൊന്ന് നിർത്താൻ മതി, ബാക്കി നമുക്ക് നാളെ എപ്പോഴും എടുക്കാം കേട്ടോ. ഓക്കെ, അയ്യോ ഞാൻ കുറേ വിചാരിക്കണേ നമ്മൾ നാരീശക്തി സ്ത്രീ സ്വാതന്ത്ര്യം ഇതിനെക്കുറിച്ചിട്ടൊരു എപ്പിസോഡ് വിശദമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ അല്ലേടാ, കൊള്ളാല്ലേ? നോക്കണേ, ഫോക്കസ് നോക്കണം. ഇത്ര മതി, ഇത്രയല്ലേ ഉള്ളൂ. മതിട്ടോ, താഴത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഹലോ ഹലോ ഹലോ, ചെക്ക് ശബ്ദം ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ, പോകാം. പിന്നെ ഞാനേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, അപ്പോൾ നീ റെക്കോർഡ് ഇട്ടോ, നമുക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചെടുക്കുന്നവരാണ് മിക്ക സാമൂഹ്യ പ്രവർത്തകരും വനിതാക്ഷേമ പ്രവർത്തകരൊക്കെ. ഇതുകൊണ്ടൊക്കെ നമ്മുടെ പാവസ്ത്രീകൾക്ക് കുഴപ്പമില്ല, നമുക്കേ കട്ടി തീർക്കാം. ഓരോ വാചകങ്ങളായിട്ടെ കേട്ടോ. റെഡിക്ക് സ്ത്രീ സ്വാതന്ത്ര്യം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഓക്കെ, എടുക്കാം. ടേക്ക് ക്യാമറ വിളിച്ചതോ? നമസ്കാരം. സ്ത്രീ സ്വാതന്ത്ര്യം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ച് നടക്കുന്ന, വാതോരാതെ പറഞ്ഞു നടക്കുന്നവരാണ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരും വനിതാക്ഷേമ പ്രവർത്തകരും ഒക്കെ. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിച്ച് നടക്കുന്നവരാണ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരും വനിതാക്ഷേമ പ്രവർത്തകരൊക്കെ. ഇതുകൊണ്ടൊക്കെ വാഷിംഗ് മെഷീൻ ഓഫ് ചെയ്തേ, ഷൂട്ടിംഗ് ആണ്. വാഷിംഗ് മെഷീൻ ഓഫ് ചെയ്ത് ഇവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് ആയിട്ടുള്ള ഷൂട്ടിങ്ങിൻ്റെ വനിതാക്ഷേമ പ്രവർത്തകരൊക്കെ അതൊക്കെ അല്ലേ. ഇതുകൊണ്ടൊക്കെ നമ്മുടെ പാവ സ്ത്രീകൾക്ക് വല്ല ഗുണമുണ്ടോ? വീടുകളിലും തൊഴിലിടങ്ങളിലൊക്കെ നമ്മുടെ സ്ത്രീകൾ സുരക്ഷിതരാണോ? സ്ത്രീയെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നമ്മുടെ അമ്മയായിട്ട്, നമ്മുടെ സഹോദരിയായിട്ട്, നമ്മുടെ ഭാര്യയായിട്ട്, നമ്മുടെ കൂട്ടുകാരിയായിട്ട്, അങ്ങനെ പല ഭാവത്തിൽ നമ്മുടെ സ്ത്രീയെ നമ്മോട് ചേർത്ത് പിടിക്കണം. അങ്ങനെയുള്ള പറഞ്ഞ ഷൂട്ടിങ് എടുത്ത് വിളിക്കല്ലേ, മാഞ്ഞണ തലമടങ്ങ് തന്നാണല്ലോ. ഞാൻ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ കണക്കോണക്കാണ് പരിപാടിക്ക് ഇടടാ. നമ്മുടെ വീടുകളിലും തൊഴിലിടങ്ങളിലും സ്ത്രീകൾ സുരക്ഷിതരാണോ? അവർക്ക് അർഹമായ പരിഗണനയും സ്നേഹവും കെയറിങ്ങും നമ്മൾ പുരുഷന്മാർ നൽകുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. ഷൂട്ടി വിളിക്കുമ്പോൾ ടി വി ഇപ്പൊ മൊബൈൽ കഴിഞ്ഞപ്പോൾ ടി വി വേണ്ട ചുക്കുമ്പോൾ സീരിയസ്നെസ് അറിയില്ലേ? മനുഷ്യർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഒരു ചാനലൊക്കെ ഉണ്ടാക്കി ഒരു വീഡിയോ ചെയ്യുമ്പം കൊമ്പനടിക്കുക. മൂടുപോയി. ഇപ്പോൾ എന്താ നിർത്തി? സുരക്ഷിതരാണോ നമ്മുടെ സ്ത്രീകൾ? സുരക്ഷിതരാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക, സ്ത്രീകളെ സ്നേഹിക്കാൻ പഠിക്കുക, സ്ത്രീകളെ സുരക്ഷിതരായി സ്വീകരിക്കുക. അതിൽ പരം നമ്മൾ പുരുഷന്മാർ ചെയ്യേണ്ടത് മറ്റെന്താണ്? അതാണ് ഓരോ പുരുഷന്റെയും കടമ. ഓരോ പുരുഷൻ അത് അയലോകത്തെ ചേച്ചിയെന്നാണ്. അതിനോട് കുടുംബശ്രീത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിൽക്കുള്ളൂ. നമുക്ക് കാര്യം ചെയ്യാം, ഒരു ബ്രേക്ക് എടുക്കാം, ഒരു ചായ കുടിച്ചിട്ടേ ഒരു കട്ടുണ്ടാക്കോ?
ഒരൊക്കെ അവിടെ കേൾക്കണ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത പലതും ഇത് തല അറിയ വേണ്ട ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കണം. നമ്മൾ വെറുതെ എന്തിനാ അല്ലേ കൂടെ അതൊന്നാ ഇവര് രണ്ടുപേരും നടത്തി നോക്കിയാലോ. കേട്ടെ